ഗായ്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ നെതറൈറ്റ് സ്പിയറിനെ കുറിച്ചാണ്. അങ്ങനെ കുറേ സ്പിയർ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു നോർമൽ സ്പിയർ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമ്മൾ നിലത്തേക്ക് പോകും. അത് സ്വാഭാവികം അങ്ങനെ ആക്കുകയാണെങ്കിൽ. ബട്ട് നമ്മൾ ഈ ഇൻചാൻറ്റഡ് ഈ ലൂണേജ് ഇൻചാൻറ്റഡ് 3 ബുക്ക് കൊണ്ട് ഈ എക്സാമ്പിൾ ആയതുകൊണ്ട് ഏതെങ്കിലും മറ്റേ സ്റ്റോൺ എടുത്ത് ഞാൻ പോയിട്ട് നമ്മളെ ഇതിവിടെ വെച്ച് നിങ്ങൾ നോക്കി ഈ സ്റ്റോണിൻ്റെ ഇവിടെ വെച്ച് ബുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ ആ ലൂണച്ചോണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കിങ്ങനെ പറക്കാം. നമ്മൾ ചാടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനും പോവാം. കണ്ടോ, നമ്മളിങ്ങനെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഓർക്കൊന്നും ഈ സംഭവം എന്താണെന്നും കൂടി അറിയില്ല എന്ന് വെച്ചാൽ. എന്നിട്ട് നമ്മളെന്തൊരു വലിയൊരു കേവ് അങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് ഇങ്ങനെ പോയി വലിയതൊന്നും വേണ്ട, എന്തെങ്ങനെ വില്ലേജ് ഇപ്പൊ കാണുന്ന ഞാൻ കഷ്ടപ്പെട്ട് സർവൈവലൊക്കെ കളിച്ചു ഗെയിമിന്. ഇതേമാതിരി ഒരു 3 ലെയർ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചാണ്ട് കൊടുക്കുക. പൊട്ടിച്ചു കണ്ടെന്ത് പിന്നെ 3 കറക്റ്റ് ആണെങ്കിൽ ഗൈസ്. നിങ്ങൾ ഇനി അഥവാ അതിൽ വീഴുകയാണെങ്കിൽ ഈ തലക്ക മാത്രം ഒരു സ്ലൈം ബ്ലോക്ക്, ആ സ്ലൈം ബ്ലോക്ക് അവിടെ സ്ലൈം ബ്ലോക്ക് ഉണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ഇത്രക്കും ഹൈന്ന് കണ്ടോ. ഈ നോർമൽ സ്പിയർ കൊണ്ട് നമ്മൾ ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചാടാൻ നോക്കും. അതൊരു കണ്ടീഷൻ. അതിന് നമ്മൾ ഈ തലഭാഗം ഇങ്ങനെ ഉണ്ടാക്കും. 3 ഉണ്ടാകുമ്പോൾ എന്തേ ഇങ്ങനെ നമുക്ക് ചാടാൻ പറ്റില്ല. എത്ര നോക്കുകയാണെങ്കിൽ ചാടാൻ പറ്റില്ല. ഈ തലക്കൊരു സ്ലൈം ബ്ലോക്ക് എന്നിട്ട് ഈ സ്ലൈം നമുക്ക് വിൽക്കുമ്പോൾ ഈ തല ഇങ്ങനെ പൊട്ടിക്കുക. നമുക്ക് ചാടുകയാണെങ്കിൽ അപ്പം സ്റ്റോൺ ചെയ്യും. സാധാ ആൾക്കാരെ നമുക്ക് ചാടുമ്പോ 5% ഒരു പട്ടം വേണം. അങ്ങനെയുണ്ട്. ചോരൻ്റെ ലുക്കിലാണ് ഇത് നമ്മൾ ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ വടത്തും വെക്കുക. ഗോൾഡൺ അങ്ങ് കാണാൻ പറ്റും.
ഇങ്ങനെ തുറക്കാൻ പറ്റും. ബട്ട് ഓരിത് അറിയണ്ടാവില്ല ആ മൂലക്ക സ്ലൈമുള്ളത്. ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. നമ്മൾ കൂടായിട്ട് ഇങ്ങനെ വെച്ചില്ല. ചിലപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നുണ്ടാവും. ഇങ്ങനെ ഒരു ഇതാക്കി ഇങ്ങനെ സാധാ മാതിരി ചാടാൻ നോക്കുകയാണെങ്കിൽ എത്തൂലേ. അപ്പോൾ അവിടെ ഒരു ഈ മൂലക്കൊരു ചെറിയ വിൽക്കുകയാണെങ്കിൽ കലമണ്ണേനെ വെച്ച് വിളിക്കുമോ. ഒരു ചേർക്കും ഈ ബട്ടൺ എന്നിട്ടൊരു ബട്ടൺ വേണം. ഈ ബട്ടൺ ഓരെന്തെങ്കിലും ചെയ്യുന്നു നമ്മൾ ഈ ബട്ടൺ ഇടാണ്ട് വെക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ 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 ഈ ബട്ടൺ കൊണ്ട് എന്തെങ്കിലും വെക്കാം. നമ്മളൊക്കെ നോർമൽ സ്പിയർ ആണെങ്കിൽ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ ഇങ്ങോട്ട്. ബട്ട് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ ഈ തലക്ക് ഇങ്ങനെ ആവുക. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഉണ്ടാവുക. അപ്പം നിങ്ങളിവിടെ കുടുങ്ങും. അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്താ നിങ്ങൾ കുടുങ്ങി. ഫസ്റ്റ് ഇങ്ങനെ പോവുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഓൻ വരുന്ന ഓൻ ചാടുക. ചാടുന്ന വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കുക. അവിടെ വിചാരിക്കും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ. അപ്പം നമ്മളെ ഇതുമാലാണ്ട് കുത്തും. അതിൻ്റെ അടിയിൽ എത്ര മേൽക്കി അടുകയാണെങ്കിലും അത് കുത്തും. നമുക്ക് കാണിച്ചു തരാം. ചാവാൻ സാധ്യതയുണ്ട്. സ്പൂൺ അവിടെ വെക്കണം. രാവിലെ ആവുന്നു വെച്ച് സെറ്റ് എവിടെ ഇത് സെയിം ഹൈറ്റ് അല്ലേ. സർവേകളാക്കാൻ പോകണം. ഇവിടെ അങ്ങനെയാണ്ട് നമ്മൾ കുടുങ്ങും. നമ്മളിവിടെ ഈ ബട്ടൺ എന്തെങ്കിലും ചെയ്യാണ്ട് വെച്ചുകൊണ്ട് ഈ ബട്ടൺ അങ്ങനെ കിടന്നാണ്. ആ ബട്ടൻ്റെ സ്ഥലത്താണ് നമ്മളൊരു ചെറിയ ചേഞ്ച് ആക്കേണ്ടത്. അതിൻ്റെ നേരെ ഇവിടെ ചിലപ്പം പാർക്കോർ ചാമ്പ്യൻ അല്ലായിരിക്കും അവന്. അങ്ങനെ വിചാരിക്കും നിങ്ങൾ. ഇവിടെ സ്ലൈം ബ്ലോക്ക് ഇങ്ങനെ എടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മൂടിയാണ്. രണ്ടടി ഭാഗം ഇങ്ങനെ വെക്കാം. ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് നമ്മളൊരു പിസ്റ്റലിൻ്റെ അവിടെ
പിന്നെയുള്ള സ്ഥലം മൊത്താണ്ട് നമ്മളെങ്ങനെ ഞോരക്ക് സ്പീഡുണ്ടെങ്കിൽ കണ്ട ഇങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ ആക്കാം. നമ്മൾ വരുന്നതാണെങ്കിൽ ഈ സ്ഥലം മൊത്തം നമ്മൾ സ്ലൈം ബ്ലോക്ക് കൊണ്ട് കൂട്ടണം. അതാകുമ്പോൾ ഒരു സ്ലോ ആവും, ഒരു സ്പീഡിന് ചാട്ടം ചാടറ്റില്ല. പാർക്കോർ കോഡ് എല്ലാണെങ്കിലേ ആ ചാട്ടക്ക് ഈസിയായിട്ട് കംപ്ലീറ്റ് ആക്കും. സ്ലൈം ഉള്ളെങ്കിൽ മാത്രം. ഇങ്ങോട്ടൊക്കാം. ഞാൻ ഇപ്പം തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം, പറഞ്ഞതന്നെ മാത്രമല്ലെങ്കിൽ കണ്ടോ അങ്ങനത്തെ ആൾക്കാരിങ്ങനെ ഒരു അവിടെ മൊത്തം സ്ലൈം കൊണ്ട് മൂടിയായിരിക്കും തൊട്ട് ഇങ്ങനെ എടുക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വെക്കണ മാതിരി ആക്ട് ചെയ്യുക. സൗണ്ട് സൗണ്ടൊക്കെ ഉണ്ട്, കിട്ടുന്നില്ല. നമ്മളാണെങ്കിൽ ഏത് ഭാഗമാണെങ്കിലും നമ്മള് സ്ലൈമ നമ്മളെ എനിമി നമ്മളെ ബാക്കിൽ വന്നേക്കാണ്. എനിമി ഇങ്ങനെ വരും. എനിമി വിചാരിക്കും ഇത് നമുക്ക് എനിക്ക് ചാട്ടം ചാടാൻ എനിമി സോഡ് ഇതൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ മറ്റേ മീസൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ അടിക്കണം. നിങ്ങൾ അവനെങ്ങനെ അടിക്കുക എന്നിട്ട് മണ്ടിയ എന്നിട്ട് അങ്ങനെ അടക്കാം. അപ്പോൾ ഓനാണെങ്കിലോ വേറൊരു ട്രിക്കും കൂടി ഉണ്ട് അവർക്ക് യൂസ് എസ്കേപ്പ് ആവാൻ. ഇവിടെ എങ്ങനെയുണ്ട് ഇവർക്ക് ഇവിടെ കൂടി ഇങ്ങനെ ബ്ലോക്ക് ഇട്ടാണ്. ബട്ട് ഞാനെന്താ ഈ ഭാഗത്ത് വരുവാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് അടിച്ച് ഇവിടെ നമുക്ക് ചാടാൻ വേണ്ടുന്നുണ്ട്. ഇങ്ങനെ ചിലപ്പോ ആവാൻ ചിലപ്പോ നിങ്ങൾ തന്നെ ഇങ്ങനെ എടുക്കുന്നുണ്ടോ കണ്ടോ ഇതേമാതിരിയാ ഇങ്ങനെ ആവുന്നത്. അപ്പൊ ഓരോ പറ്റിക്കാൻ ഇങ്ങനെ ചെയ്യുക. അപ്പൊ ഓരോ നമ്മൾ അടിക്കും, എന്നിട്ട് നമ്മളോട് കൊല്ലും. അപ്പൊ നമ്മളാണെങ്കിലോ ഇങ്ങനെ വരിക. ഇത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, അങ്ങനെ വരിക. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളെ സംഭവം വരുന്നടോ കാണിച്ചത്.
നമ്മളെ ഫ്രണ്ട് ഇപ്പോൾ വരുന്നു ബാക്കിലാവണം ഇങ്ങനെ ആവും നമ്മൾ. അപ്പോൾ നമ്മൾ നമുക്ക് അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പൊട്ടിക്കാൻ നോക്കും. പൊട്ടിക്കാൻ നോക്കും. അപ്പോൾ അവർക്ക് പൊട്ടിച്ച സ്ലൈം കിട്ടും. അവർക്ക് പൊട്ടിച്ച സ്ലൈം കിട്ടുമ്പോൾ പിന്നെ ക്രിയേറ്റീവ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളാണെങ്കിൽ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കുക. ബുഗാണ് ബുഗെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ വെള്ളം ഈയെങ്കിൽ വെള്ളമുള്ള ഭാഗമാണല്ലോ മുടിയാച്ചാണ് സ്ലൈം ബ്ലോക്ക് വെക്കണ അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ഇങ്ങനെ ഉണ്ടാവുക. ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമ്മളെ സ്വന്തം ബ്ലോക്ക് ഇങ്ങനെ ഇടുക. വിചാരിക്കും നമ്മളെ പൊട്ടനാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ കൂടി ഇങ്ങനെ ഒരു വഴി കാണാം. ആ വഴി നമുക്ക് പോകാനുള്ള ജനിച്ചിന് പോകാനുള്ളത് ഇങ്ങനെ വിചാരിക്കും നമ്മളെന്തായി ഓപ്പണായതാണ്. എന്നിട്ടോ ഇങ്ങനെ ഇങ്ങനെ ഡാർക്ക് ഏരിയക്ക് ഇങ്ങനെ വരും ചേച്ചുകൊണ്ട് അപ്പോൾ വിചാരിക്കും അടിക്കും അൻസാവും. ഞാൻ ഒന്നുകൂടി പറഞ്ഞതാ. വേറെ ഡിഫറൻറ്റ് അങ്ങനെയുണ്ട്. നമ്മൾ കയറാൻ പാടില്ല. പോലത്തെ സസ്പെക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ ഇങ്ങനെ പറ്റൂല. ആ സസ്പെക്റ്റഡ് വേയിൽ തന്നെയാണ്. നമ്മളെന്തെങ്കിലും നമ്മൾക്ക് ഈ സംഭവിക്കാന്ന് വെച്ചാൽ സർവൈവൽ മോഡ് ഈ സംഭവം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കും. ബട്ട് നമ്മൾ പൊട്ടന്മാരില്ല. ഈ ഗ്യാപ്പിൽ മാത്രം അങ്ങനെ സർവൈവൽ മോഡിൽ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിലിടാൻ മതി. സർവൈവൽ മോഡിൽ സംഭവം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും ഈ ഷേപ്പ് ഇടാൻ പാടില്ല. അങ്ങനെ ബുക്കിയാവും നമ്മളൊക്കെ ചെയ്യാത്തപ്പോൾ. അപ്പം നമ്മൾ ഇതാക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ
നമ്മളിങ്ങനെ കയറാം. എന്നിട്ട് ഈ ഭാഗം അങ്ങനല്ല, ഇത് പൊട്ടലാണ് മൊത്തം മുട്ടിക്കില്ലേ. ഇതിന്റെ സെൽഫായിട്ട് തന്നെ ചെയ്യാം. നമ്മളെ കയ്യിലൊരു സ്ലൈഡ് ബ്ലോക്ക് ആവശ്യം. നമ്മളിങ്ങനെ വിൽക്കുമ്പോൾ ഇങ്ങനെ വരിക. മിനിമം ഒരു 2 സ്ലൈഡ് ബ്ലോക്ക് സർവൈവൽ മോഡ് സംഭവം ഉണ്ട്. ഇവിടുത്തെ പൊട്ടന്മാരാണെങ്കിൽ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ജോലി നിർത്തും. അപ്പൊ ഞമ്മള് ഞമ്മളും എന്ത് അങ്ങനെ അതുമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളാണ്ട് ചാടുക. ബട്ട് നമ്മൾ നേരെ പോയി ചാടുകയാണെങ്കിൽ ചാടണം. ഒരു നേരെ പോയി ചാടും. നമ്മളിങ്ങനെ പിടിക്കാൻ വരുമ്പോൾ ഒരാണ്ട് ചാടും. അപ്പം നമ്മളറിയാതെ ഫോളായി വരി കാണിക്കുക. എന്നിട്ട് ഇവിടുത്തെ ഈ ബട്ടൺസൊക്കെ അപ്പം ഈ റെഡ് ലൈറ്റ് എത്തുമ്പോൾ നമ്മളിങ്ങനെ ചാടും. നമ്മൾ അതിൻ്റെ മേലേക്ക് കയറണം. ഗൈസ്, ഞാൻ ഒന്നുകൂടി ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. ക്രിയേറ്റീവ് ആക്കട്ടെ ഗൈസ്. ഫസ്റ്റത്തെ നമ്മളെല്ലാവർക്കും പറഞ്ഞതാണ്. അവരെ നമ്മൾ ഫസ്റ്റായിട്ട് വിളിക്കാണ്ട് ട്രാപ്പാക്കുക. ഇതാണ് ഫസ്റ്റത്തെ, എല്ലാവർക്കും അറിയാം. പിന്നെ അവര് കാണാതെ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ എടുക്കും. അപ്പം നമ്മളാണെങ്കിൽ എന്താ ഈ ബട്ടൺ ഇങ്ങനെ ഈ തലക്കത്തല്ലാത്ത ബട്ടണൊക്കെ നിൽക്കുക. എന്നിട്ട് ഈ അരൂലൊരു റെഡ് സ്റ്റോൺ വെച്ചിട്ടില്ല, ആ തലക്കത്തെ ബട്ടൺ ഈ ഭാഗത്ത് അപ്പം അത് ഓപ്പൺ ആകും തോന്നുന്നു. അപ്പം നമ്മൾ ഈ തലക്കൊക്കെ പോയി. ഇതെന്താണ് ഇങ്ങനെ വരിക, ഇങ്ങനെ ചാടിയാൽ പോയി. എന്നിട്ട് നമ്മളെന്താ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുക. അങ്ങോട്ട് ഓൻ വരുമ്പോൾ ഒറ്റയൊരു അടിയാണ്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ പൊട്ടിക്കുക. ഇങ്ങനെ ഉണ്ടാവുക. എന്നിട്ട് ഓൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുക. മെയ്സി എൻചാൻമെന്റ് വേണം ഗൈസ്. എന്നിട്ട് ഈ തലക്ക് ഓനെ ഒറ്റയൊരു അടിയാണ്ട് ഇടുക. അപ്പോൾ ഓൻ ചത്തുണ്ടാവും. എന്നിട്ട് ഓൻ ഒറ്റയൊരടി. എന്നിട്ട് നമ്മളാണെങ്കിൽ എന്താ ഓനെങ്ങനെ ഉണ്ട് മെസ്സി ഇൻസ്റ്റാൻറ്റ് താണ്ട് അടിക്കുക. അപ്പോൾ ഓന് മൊത്തമായിട്ടാണ്ട് പൂർവ്വമാവും. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.